നിങ്ങളൊരു ഇൻവെസ്റ്ററെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രസൻറ്റേഷൻ വേണ്ടി വരും. ആ പ്രസൻറ്റേഷനിൽ കൃത്യമായിട്ട് അത് നമുക്ക് പിച്ച് ഡെക്ക് എന്ന് പറയാം. അപ്പോൾ ഈ പിച്ച് ഡെക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് മറ്റൊരു വീഡിയോ ഉണ്ട്. എനിഹോ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്, അതുപോലെ നമ്മളിപ്പോൾ പ്രിപ്പറേഷനാണല്ലോ പറയുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ് പ്ലാൻ കൃത്യമായിട്ടുള്ള പ്രസൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിഷൻ എന്താണ്, മിഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അടുത്തതായി നിങ്ങൾ എപ്പോഴും ഒരു ബിസിനസ് പറയുന്നത് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് മാർക്കറ്റിലെ പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ പ്രോബ്ലത്തിലുള്ള കൃത്യമായിട്ടുള്ള സൊല്യൂഷനാണ് നിങ്ങളുടെ ബിസിനസ് എന്നുള്ളതാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിന് ആ സ്കെയിലബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നിങ്ങളത് സ്കെയിലബിൾ ആക്കുന്നത്? ഇല്ല, ഇപ്പോൾ ഓൾറെഡി എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അവിടെ, ആ കോമ്പറ്റീറ്റേഴ്സ് എത്ര കോടിയുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ആ ടോട്ടൽ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്. ലെറ്റ്സ് ഒരു 1000 കോടിയാണ് ആ ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ബിസിനസ്സാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ് നിങ്ങൾ അതിനുള്ള അപ്രോച്ചുകൾ എന്താണ്, ഈ അപ്രോച്ചുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്താണ്, USP. ഈ USBയിലൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അത്തരം നല്ല USP നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്ററെ വളരെയധികം ഇംപ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ആണ്. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, അത് ആ ഫണ്ടുകൾ ഏതൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു സ്കെയിലബിൾ ബിസിനസ്സായി മാറ്റുമ്പോൾ അതിന് ഓരോരോ മൈൽ സ്റ്റോൺ ഉണ്ടാവും. ഓരോ മൈൽ സ്റ്റോണിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് ഫണ്ട് നിങ്ങൾക്ക് വേണ്ടത്, ആ ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനും, അതോടൊപ്പം ആ സമയത്തൊക്കെ നിങ്ങൾ എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, റവന്യൂ എത്രയാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഡാറ്റാസ്, കൃത്യമായിട്ടുള്ള ഡാറ്റാസ് നിങ്ങൾ ഉണ്ടാക്കണം. അതോടൊപ്പം മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ 2 രീതിയിൽ ചിന്തിക്കും. ഒന്ന്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. രണ്ടാമത്, എക്സിറ്റ് പ്ലാൻ എന്താണെന്നുള്ളത്. ഈ എക്സിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അത് അതിൻ്റെ ഫൗണ്ടർ എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഫൗണ്ടർ മാത്രമല്ല, ആക്ച്വലി ഓരോ ഇൻവെസ്റ്ററും അയാൾ ഏത് സ്റ്റേജിലാണ് അയാൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുക, ആ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എത്രത്തോളം റവന്യൂ ജനറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം അതിലൊരു ഭാഗമാണ്. മോർ ഓവർ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൽ ആസ് എ പ്രൊമോട്ടർ നിങ്ങൾ പല സമയത്തായിട്ട് നിങ്ങളുടെ ലൈക്ക് സാലറി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ഷെയർ ആയിട്ടോ നിങ്ങൾ വിഡ്രോ ചെയ്യണം. അതിൻ്റെയൊക്കെ അപ്പുറം എക്സിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വെൽത്ത് നിങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പ്ലാൻ, വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ, അല്ലേ? നിങ്ങളും കേട്ടിട്ടുണ്ടാവും. വാൾമാർട്ട് ഫ്ലിപ്കാർട്ട് ഏറ്റെടുത്ത സമയത്ത് അതിൻ്റെ 77% ഷെയറാണ് അവർ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,16,000 crores ആണ്. അതായത് വളരെ ഈ 2009 ഈ ഫ്ലിപ്കാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ വ്യക്തിക്ക് കിട്ടിയത് 196 കോടി രൂപയാണ്. അതായത് ആലോചിച്ച് നോക്കൂ, 10 ലക്ഷത്തിൽ നിന്ന് 196 crore ആ ഒരു ചേഞ്ച് എത്രത്തോളം വലിയതാണെന്ന്. ഇത് തന്നെയാണ് ആക്ച്വലി ഇനീഷ്യൽ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 96% ബിസിനസ്സും സ്റ്റാർട്ടപ്പും അടുത്തൊരു 3 വർഷം കഴിഞ്ഞാൽ കാണുന്നില്ല എന്നുള്ളതാണ്. ബാക്കി 4% ബിസിനസ് മാത്രമാണ് സസ്റ്റൈനബിൾ ആവുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മോഡലും കൃത്യമായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്, പറ്റുമെങ്കിൽ ഒരു നല്ല കോച്ചോ അല്ലെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ പ്ലാനിങ് തന്നെയാണ് നിങ്ങളെ ബിസിനസ്സിനെ മുമ്പോട്ട് നയിക്കുന്നത്. അതുതന്നെയാണ് നിങ്ങളെ ഓരോ ലെവലിലും ഓരോ റൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും ശരി, ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നതും നിങ്ങളുടെ ഈ ഗ്രാഫ് തന്നെയായിരിക്കും, നിങ്ങളുടെ ഈ ഗ്രോത്ത് ഗ്രാഫ് തന്നെയായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.